Hello friends, welcome to Ajmal Solution. Friends, ഇത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ടോപ്പിക്കിലെ 11ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ പലർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു പോർഷനാണ് ഈ ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ഡീലർ എന്നുള്ളൊരു സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് കവർ ചെയ്യുന്നത് ആ ഒരു പാർട്ടാണ്, ഡിസോണസ്റ്റ് ഡീലർ. അതിൻ്റെ കൂടെ വേറെ രണ്ട് ചെറിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡിസോണസ്റ്റ് ഡീലർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗൂഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ് ബട്ട് ഹി യൂസസ് എ വെയിറ്റ് ഓഫ് 960 gram ഫോർ ദി കിലോഗ്രാം വെയിറ്റ്. ഫൈൻഡ് ഹിസ് ഗെയിൻ പെർസെൻറ്റേജ്. ഇപ്പോൾ ഡിസോണസ്റ്റ് ഡീലർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താണ്, ആൾക്കാരെ പറ്റിക്കുകയാണ് സംഭവം. നമ്മൾ എന്താ പറയുക, ഫോൾട്ടി വെയിറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ്. അതാണ് ഡിസോണസ്റ്റ് ഡീലർ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഡിസോണസ്റ്റ് ഡീലർ കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹി യൂസസ് എ വെയിറ്റ് ഓഫ് 960 gram ഫോർ ദി കിലോഗ്രാം വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഇയാൾ കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നതെങ്കിൽ പിന്നെ ഇയാൾക്ക് ലാഭം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇയാൾക്ക് ലാഭം എങ്ങനെ ഉണ്ടാകുന്നത്? അയാൾ 1 kilogram വെയിറ്റ്, അതായത് 1000 ഗ്രാമിന് പകരം 960 gram കൊടുക്കുന്നുള്ളൂ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അയാളുടെ ഗെയിൻ പെർസെൻറ്റേജ് ഏതാണ്? അപ്പോൾ ഞാൻ ഈ ഡിസോണസ്റ്റ് ഡീലർ പ്രോബ്ലത്തിൽ ഞാനൊരു അപ്രോച്ച് പറയാണ്, ഒരു മെത്തേഡ്. ഓക്കെ, ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡിസോണസ്റ്റ് ഡീലറിൻ്റെ ക്വസ്റ്റ്യനും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ പണ്ട് ഇതിന് മുന്നേ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. SP/CP എന്നുള്ള മെത്തേഡാണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ആദ്യം നമുക്കിത് ട്രഡീഷണൽ സാധാരണ മെത്തേഡിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ 1000 gram ഉണ്ട്. 1000 gram അല്ലെ, 1 kilogram 1000 gram ആണ്. സപ്പോസ് 1 ഗ്രാമിന് 1 രൂപ എന്ന് വിചാരിച്ചോ. 1 ഗ്രാമിന് 1 രൂപയാണെങ്കിൽ ഇയാൾക്ക് ആകെ ചിലവായത് 1000 രൂപയാണ്. 1000 രൂപ. ഓക്കെ, 1000 രൂപയാണ് ഇയാൾക്ക് ചിലവ് ചെയ്തത്. അപ്പോൾ ഇയാളെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 1 rupees per gram ആണ്. ഓക്കെ, അപ്പോൾ ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾ പറയുന്നുണ്ട് ഇയാൾ കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ 960 gram ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 960 ഗ്രാമിന് ഇയാൾക്ക് എത്ര ചിലവാകും? 960 ഗ്രാമിന് ഇയാൾ 960 രൂപയെ ചിലവാകുന്നുള്ളൂ, ആണല്ലോ. പക്ഷെ ഇയാൾ എത്രക്കാണ് കൊടുക്കുന്നത്? 1000 രൂപ അല്ലേ? 1000 രൂപയ്ക്ക് ഇയാൾ കോസ്റ്റ് പ്രൈസിൽ വിൽക്കുന്നു പറയുന്നില്ലേ? അപ്പോൾ ഇയാൾ 1000 രൂപക്കാണ് വിൽക്കുന്നത്. 1000 രൂപയാണ് ഇയാളുടെ 1000 ഗ്രാമിൻ്റെ കോസ്റ്റ് പ്രൈസ് 1000 രൂപയാണ്. അപ്പോൾ 1000 രൂപക്കാണ് ഇയാൾ വിൽക്കുന്നത്. പക്ഷേ ഇയാൾ എത്ര കൊടുക്കുന്നുള്ളൂ? 960 gram. 960 ഗ്രാമിന് ഇയാൾക്ക് എത്ര ചിലവാകുന്നത്? 960 ആണ്. അപ്പോൾ ഇയാൾ വിൽക്കുന്നതിൽ ഇയാളുടെ CP എന്ന് പറയുന്നത് 960 ആണ്. ഇയാൾ എത്രക്ക് വിൽക്കുന്നു? 1000. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? 960ഉം 1000 ഡിഫറൻസ് പ്രോഫിറ്റ് വരുന്നത് 40 രൂപയാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ബൈ CP × 100 ആണ്. അവിടെ CP എത്ര വരാം? 960 ഗ്രാമിൻ്റെ CP എന്ന് പറയുന്നത് 960 ആണ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ എന്ത് വരും? 0 ക്യാൻസൽ ചെയ്തു. 4 1 times 96 24 ടൈംസ്. ഓക്കെ, ഇവിടെ 25, ഇവിടെ 6, 25/6% അല്ലെങ്കിൽ എന്താ പറയുക, 4 1/6% ആണ് ഇയാളുടെ പ്രോഫിറ്റ്. ക്ലിയർ ആണല്ലോ അല്ലേ? 1000 രൂപ ഇയാൾ 960 രൂപേൻ്റെ സാധനമാണ് 1000 രൂപ കൊടുത്തത്. ഇതാണ് സംഭവം. ഇനി നമ്മൾ ഇതിപ്പം ചെറിയൊരു ഏറ്റവും ബേസ് ക്വസ്റ്റ്യനാണ്. ഇത് പല രീതിയിൽ ചോദിക്കാം. ഇവിടെ പറയാം കോസ്റ്റ് ബേസിന് പകരം ഇയാൾ 10% നഷ്ടത്തിന് കൊടുത്തു. എന്നിട്ട് ഇവിടെ 2-3 കണ്ടീഷൻസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് SP/CP എന്ന് പറയുന്ന മെത്തേഡാണ്. SP/CP. SP എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ്, CP കോസ്റ്റ് പ്രൈസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങളുടെ SP എന്തായിരിക്കും? CPനേക്കാൾ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങളുടെ SP CPനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ നിങ്ങൾ 1000 രൂപ 960 ആണ് CP, അല്ലെങ്കിൽ 960 gram ആണ് കൊടുക്കുന്നത്. എന്താണ്, 1000 gram എന്ന് പറഞ്ഞിട്ട് 960 gram ആണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ SP എന്ന് പറയുന്നത് 960 ആയിരിക്കും 1000 ആയിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ലാഭമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലാഭമാണെങ്കിൽ SP എന്ത് വരണം? കൂടുതൽ വരണം.
അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? SP by CP എന്ന് പറയുന്നത് 1000/960 എന്ന് എഴുതാം. ഓക്കെ, SP by CP 1000/960 എഴുതാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് എഴുതാം? ക്യാൻസൽ ചെയ്യാം. CP 96ഉം SP 100 ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 സെയിം എന്ത് വരും? 4 1%. ഇത് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മേലേക്കുള്ള എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ SP by CP ചെയ്യാം. നിങ്ങൾ നോക്കുക, 1000 ഗ്രാം ഉണ്ട്, 960 ഗ്രാം ഉണ്ട്. SP by CP യിൽ ഇവിടെ നമ്മൾ 1000 ഗ്രാമിൻ്റെ സാധനം 960 ഗ്രാമിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മുടെ SP കൂടുതലായിരിക്കണം എന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ SP എന്തായിരിക്കും? SPൻ്റെ അടുത്ത് 1000 എഴുതാം, CPൻ്റെ അടുത്ത് 960. 2-3 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തേക്ക് ഈ മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A dishonest dealer professes to sell his goods at a profit of 10%. Okay, but he uses a weight which is 20% less. Find his gain percentage. Okay, find his gain percentage. ആദ്യം നമുക്ക് സാധാരണ മെത്തേഡ് നോക്കാം. അതായത് ഈ സെൽ ഗുഡ് അറ്റ് പ്രോഫിറ്റ് ഓഫ് 10% എന്നല്ലേ. അപ്പോൾ 1000 ഗ്രാം 1000 രൂപ. ഓക്കെ, ഇയാൾ വിൽക്കുന്നത് എത്രക്കാണ്? 1100 രൂപക്ക്. ക്ലിയർ ആണല്ലോ. 10% പ്രോഫിറ്റ് ഇപ്പോൾ 1100 രൂപക്കാണ് വിൽക്കുന്നത്. പക്ഷേ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ബട്ട് ഹി യൂസസ് എ വെയിറ്റ് വിച്ച് ഈസ് 20% ലെസ്. അപ്പോൾ 1000 ഗ്രാമിന് പകരം ഇയാൾ എത്ര കൊടുക്കുന്നുള്ളൂ? 20% ലെസ് എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമായി? 800 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 800 ഗ്രാമിൻ്റെ CP എന്ന് പറഞ്ഞാൽ എത്ര? 800 രൂപ. അപ്പോൾ 800 രൂപയുടെ വസ്തു 1100 രൂപ കൊടുക്കുന്നു. പ്രോഫിറ്റ് എത്രയാണ്? 300. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ CP. CP എത്രയാണ്? 800 ആണ്. 800 ഇൻറ്റു 100. ഓക്കെ, 3/8 എന്ന് പറഞ്ഞാൽ എത്ര? 1/8 എന്ന് പറഞ്ഞാൽ 12.5. 3/8 എന്ന് പറഞ്ഞാൽ 13.5%. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 8 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് 100ൽ 25 ടൈംസ് 3 × 25 75. 75/2 37.5%. സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക അല്ലേ? 1000 10% പ്രോഫിറ്റ് ആണ് 1200. വെയിറ്റ് 20% കുറച്ചു. ഓക്കെ, അപ്പോൾ 1000 ഗ്രാമിന് വരെ 800 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. 800 ഗ്രാമിൻ്റെ വില എന്ന് പറഞ്ഞാൽ 800 രൂപയാണ് അല്ലേ. അപ്പോൾ 800 രൂപയുടെ വസ്തു 1100 രൂപയ്ക്ക് കൊടുത്താൽ 300 രൂപയാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 300/CP. CP എത്രയാണ്? 800 ഇൻറ്റു 100. ഇനി നമ്മൾ SP by CP ആദ്യം നോക്കാം. dishonest dealer professes to sell his goods at a profit of 10%. പ്രോഫിറ്റ് ഓഫ് 10% എന്ന് പറഞ്ഞാൽ SP എത്ര ആയിരിക്കും? 11 ആയിരിക്കും. CP എത്ര ആയിരിക്കും? 10 ആയിരിക്കും. അല്ലെങ്കിൽ 110 100 എഴുതാം. ക്ലിയർ ആണല്ലോ. 110 100 എഴുതാമാണെങ്കിൽ. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻറ്റു അടുത്ത് വരുന്നതൊക്കെ നമ്മൾ ഇൻറ്റു ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് എന്താണ്? ബട്ട് ഹി യൂസസ് എ വെയിറ്റ് വിച്ച് ഈസ് 20% ലെസ്. 20% ലെസ് ആണ്. ഓക്കെ, അപ്പോൾ 100 ആണെങ്കിൽ എത്രയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? 80 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 100 എഴുതണോ 80 എഴുതണോ? ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? 20% ലെസ്സിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രോഫിറ്റ് അല്ല ഉണ്ടാകുന്നത് അല്ലേ? വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്തേണ്ടത്? 100 അടിയിലാണ് എന്ത് ചെയ്തേണ്ടത്? 20. അത് മാത്രം ആലോചിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കാം. 20% ലെസ് വെയിറ്റ് കൊടുത്താൽ നമുക്ക് എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പോൾ 100 മേലെ ചെയ്താൽ 20 ആയതാ കഴിഞ്ഞു. എന്ത് ചെയ്താൽ 100 20 അല്ല, ഇവിടെ എത്ര വരാം? 80 ആണ് അല്ലേ. 100 ആണെങ്കിൽ നമ്മൾ എത്ര കൊടുത്തു? 20% കുറച്ച് 80 കൊടുത്തു. അപ്പോൾ 100 80. 100 ആണ് മുകളിൽ വരിക. കാരണം ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആയതുകൊണ്ട് 100 കൂടുതലാണ് മുകളിൽ വരേണ്ടത്. അത് മാത്രം ആലോചിച്ചാൽ മതി. SP കൂടുതലായിരിക്കും എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ ഇത് രണ്ടും ക്യാൻസലായി എന്ത് വരും? SP by CP എന്ന് പറഞ്ഞാൽ 110/80 അല്ലെങ്കിൽ 11/8. ഓക്കെ, CP 8 ആണ്, SP 11 ആണ്. പ്രോഫിറ്റ് 3. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 സെയിം വാല്യൂ. എത്ര? 37.5%. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? SP by CP എഴുതാം. അപ്പോൾ നിങ്ങൾ ഓരോ കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. 10% പ്രോഫിറ്റ്. 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1 11 ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ 10 ആയിരിക്കും, അല്ലെങ്കിൽ 1 110 ആയിരിക്കും, 1 100 ആയിരിക്കും. അതിൽ ഏതാണ് 110 ഏതാണ് 100 അത് നിങ്ങൾ തീരുമാനിക്കുക. രണ്ടാമത്തേൽ വെയിറ്റ് വിച്ച് ഈസ് 20% ലെസ് എന്ന് പറഞ്ഞാൽ 1 100 ആണെങ്കിൽ മറ്റേത് 80 ആണ്. അതിൽ 100 ഏതാണ് 80 ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A dishonest dealer sells his good at a 6.25% loss on cost price but uses 14 gram instead of 16 gram. What is his percentage profit or loss? എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. SP by CP. ഫസ്റ്റ് കേസ് നോക്കാം.
ഡിസ്റ്റോണസ്റ്റ് സെൽസ് ഈസ് ഗോട്ട് 6.25% ലോസ് ആണ്. 6.25% ഫ്രാക്ഷൻ വാല്യൂ എത്ര അറിയില്ല അല്ലേ? പക്ഷേ 12.5 എത്ര? 12.5 1/8 ആണ്. അപ്പോൾ 1/8 12.5 എന്ന് പറഞ്ഞാൽ 1/8 അല്ലേ? അപ്പോൾ 6.25 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി അല്ലേ? അല്ലേ? 1/8 എന്ന് പറഞ്ഞാൽ 12.5% എന്ന് പറഞ്ഞാൽ 1/8 ആണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം പ്രോഫിറ്റ് ലോസ് പഠിച്ചു, പെർസെൻറ്റേജ് പഠിച്ചു. അപ്പോൾ ഈ 12.5ൻ്റെ പകുതിയാണ് 6.25. അപ്പോൾ 1/8ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/8/2 എന്ന് പറഞ്ഞാൽ 1/16 ആണ്. ഓക്കെ, അപ്പം 1/16 ആണ്. 6.5% ലോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ലോസ്, ഇത് CP. ഇപ്പോൾ SP എത്രയായിരിക്കും? SP 15. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ലോസ് ആകുമ്പോൾ SP കുറയല്ല ചെയ്യാം, 15 ആണ്. CP എത്രയാണ്? 16 ആണ്. ഓക്കെ, അടുത്ത എന്താ പറയുന്നത്? ബട്ട് യൂസസ് 14 gram ഇൻസ്റ്റെഡ് ഓഫ് 16 gram. ഇവിടെ എവിടെയാണ് 14 ഇതിൻ്റെ, എവിടെയാണ് 16? 16 ഗ്രാമിന് പകരം 14 gram കൊടുത്താൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? തീർച്ചയായും പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 16, ഇവിടെ എന്ത് വരും? 15. ഇത്രേ ഉള്ളൂ. ഡയറക്റ്റ് നമ്മൾ എഴുതിയാൽ മതി. ഇതിൽ രണ്ടിലും നോക്കുക, നിങ്ങൾ നോക്കുക, 14 gram ഇൻസ്റ്റെഡ് ഓഫ് 16 ഗ്രാമിന് പകരം 14 gram കൊടുത്താൽ നമുക്ക് എന്താണ്? ലാഭമാണ്. ലാഭമാകുമ്പോൾ കൂടുതൽ SP എന്തായിരിക്കും? കൂടുതലായിരിക്കും, CP കുറവായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? 16 ക്യാൻസൽ ചെയ്യാം. കഴിഞ്ഞു. SP 15, CP 14. പ്രോഫിറ്റ് എത്ര? CP 14, SP 15 ആണ്. പ്രോഫിറ്റ് 1, CP എത്ര? 14 ഇൻറ്റു ഈക്വൽ ടു അത് ക്യാൻസൽ ചെയ്താൽ 50/7 അല്ലെങ്കിൽ 7 1/7% അല്ലേ? ഇത് ക്യാൻസൽ ചെയ്താൽ 50/7 എന്ന് പറഞ്ഞാൽ 7 1/7%. സിമ്പിൾ അല്ല? ഇങ്ങനെ ഈ മെത്തേഡ് ചെയ്യുന്നത് സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടൊന്ന് സോൾവ് ചെയ്യട്ടോ. ഓക്കെ, ചെയ്തല്ലോ. ഇനി നോക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലുണ്ടാവും. കഴിഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണിത്. ചെറിയ ഒന്ന് ടേംസിലൊന്ന് ചെറിയ മാറ്റം വരുത്തിയാൽ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് കേസ് 6.25% ലോസ്. 6.25ൻ്റെ വാല്യൂ നമ്മൾ മറക്കരുത്. എത്രയാണ്? 1/16 ആണ്. ലോസ് എന്ന് പറയുമ്പോൾ CP 16, ലോസ് 1. അപ്പോൾ SP എത്രയാണ്? 15 ആണ്. ലോസ് വരുമ്പോൾ SP എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. അടുത്തത് യൂസസ് 12.5% ലെസ് വെയിറ്റ്. 12.5% ആണ് എത്ര? 1/8. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 8 ഉണ്ട്, 12.5% ലെസ് എന്ന് പറഞ്ഞാൽ 1 7 ആണ് അല്ലേ? ഇതിൽ എവിടെയാണ് 8ഉം എവിടെയാണ് 7 എഴുതേണ്ടതാണ്? കാരണം അവിടെ നിങ്ങൾ ആലോചിച്ചാൽ മതി. 12.5% ലെസ് എന്ന് പറയുന്ന സമയത്ത് അല്ലേ, അതായത് വെയിറ്റിൽ നമ്മൾ കുറവ് വരുത്തുന്ന സമയത്ത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്. ലാഭമാണെങ്കിൽ എന്ത് കൂടുതലായിരിക്കണം? SP കൂടുതലായിരിക്കണം. SP എത്ര വരും? 8. CP എത്ര വരും? 7. ഇതേ ക്വസ്റ്റ്യൻ ആയിരുന്നു തൊട്ട് മുന്നിൽ. കാരണം അവിടെ 16 gram ഉള്ളത് 14 gram ആക്കി എന്നല്ല പറഞ്ഞത്. 16 ഗ്രാമിന് പകരം 14 gram കൊടുത്തു. അപ്പോൾ എത്ര ഗ്രാം കുറഞ്ഞു? 2 gram. ഏതിൽ നിന്ന്? 16ൽ നിന്ന്. അപ്പോൾ 2/16 1/8 ആണ് ഇവിടെയും കുറഞ്ഞത്. ഇവിടെയും കുറഞ്ഞത് 12.5% ആണ്. അപ്പോൾ നമ്മൾ 16/14 എഴുതി. ഇവിടെ നമ്മൾ 8/7 എഴുതി. രണ്ട് സെയിം ആണ് അല്ലേ? ഇവിടെ കോൺസ് ചെയ്താൽ ഇതും എന്തായി മാറി? 15/14. സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പം 14 ആണ് CP, 15 ആണ് SP. പ്രോഫിറ്റ് എത്രയാണ്? 1 ആണ്. പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100. സെയിം വാല്യൂ വരും 7 1/7%. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 12.5% ആണ് 1/8 ആണ്. അപ്പോൾ ഒന്ന് 8 ആയിരിക്കും, മറ്റേത് 7 ആയിരിക്കും. ഇതിൽ ഏതാണ് 8 ഏതാണ് 7 എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ലാഭമാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ SP കൂടുതൽ എഴുതണം. നിങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ CP കൂടുതൽ എഴുതണം. അത്രേ ഉള്ളൂ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ഇങ്ങനെ സോൾവ് ചെയ്യാൻ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെയ്തോ? ഓക്കെ. A dishonest dealer professes to sell his goods at a profit of 10%. 10% പ്രോഫിറ്റ്. അപ്പം SP എത്ര വരും? 110, CP 10, 100 അല്ലെങ്കിൽ 11/10 നിന്ന്. ഓക്കെ, ബട്ട് ഹി യൂസസ് എ വെയിറ്റ് ഓഫ് 990 gram 4 kilogram വെയിറ്റ്. 1000 ഗ്രാമിന് പകരം 990 gram. ഇപ്പോൾ രണ്ട് വാല്യൂ ഉള്ളത് 1000ഉം 990ഉം. അതിൽ നമ്മൾ 1000 എവിടെ എഴുതണം? 990 എവിടെ എഴുതണം? ജസ്റ്റ് ആലോചിച്ച് നോക്കുക. 1000 ഗ്രാമിന് പകരം നിങ്ങൾ 990 gram കൊടുത്താൽ നിങ്ങൾക്ക് എന്താ ഉണ്ടാകുന്നത്? ലാഭമാണ് ഉണ്ടാകുന്നത്. ലാഭമാണെങ്കിൽ നിങ്ങളുടെ SP എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. CP എന്തായിരിക്കണം? കുറവായിരിക്കണം. കഴിഞ്ഞു. 2 0 പോയി, ഈ ഒരു 0 പോയി, 110/99. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം?
10 times 11 9 times 11. ഓക്കെ, അപ്പോൾ എസ് പി ബൈ സി പി എന്ന് പറയുന്നത് വരും 10/9. ഓക്കെ, സി പി 9 എസ് പി 10. അപ്പോൾ പ്രോഫിറ്റ് എത്ര വരാം? പ്രോഫിറ്റ് 1. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. 1/9 എന്ന് പറഞ്ഞാൽ 11 1/9%. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഈ ക്വസ്റ്റ്യനൊക്കെ ആദ്യം ഇങ്ങനെ കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു, നിങ്ങൾക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നുണ്ട്, നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യനും 7ാമത്തെ ക്വസ്റ്റ്യനും. ഇത് പലരും കണ്ടിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണത്. ഓക്കെ, അപ്പോൾ ഇത് പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ക്വസ്റ്റ്യൻ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ ഷോപ്പ് കീപ്പർ ചീറ്റ്സ് 20% ഇൻ വെയിറ്റ്. നോക്കണേ, 20% ഇൻ വെയിറ്റ് വൈൽ ബൈയിങ് ആൻഡ് 10% ഇൻ, ഇവിടെ വെയിറ്റ് എന്നാണ്, വൈൽ സെല്ലിങ്. ഫൈൻഡ് ഹിസ് പ്രോഫിറ്റ്. ഓക്കെ, ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇൻ വെയിറ്റ് എന്നുള്ളൊരു ടേം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം എന്താണ്? 20% വൈൽ ബൈയിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ 100 ഗ്രാം വാങ്ങുന്നതിന് പകരം, അല്ലെങ്കിൽ 100 ഗ്രാമിൻ്റെ പൈസക്ക് അയാൾ 120 ഗ്രാമിൻ്റെ സാധനം വാങ്ങി. അതല്ല അതിൻ്റെ അർത്ഥം. വിൽക്കുന്ന സമയത്ത് 10% വെയിറ്റിൽ ചീറ്റ് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? 100 ഗ്രാമിന് പകരം 90 ഗ്രാം കൊടുത്തു എന്നല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ എസ് പി ബൈ സി പി എന്ത് വരും? നല്ല ശ്രദ്ധിക്കണേ. എസ് പി ബൈ സി പി എന്ത് വരും? ആദ്യം എന്താ സംഭവിച്ചത്? 100 ഗ്രാം 120 ഗ്രാം അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്താണ്? ലാഭമാണല്ലേ? ലാഭമാകുന്ന സമയത്ത് എസ് പി 120 സി പി 100. രണ്ടാമത്തെ കേസിൽ 100 ഗ്രാം 90 ഗ്രാം. ഇവിടെ നമുക്ക് എന്താണ്? 100 ഗ്രാമിന് പകരം 90 ഗ്രാം കൊടുത്താൽ നമുക്ക് എന്താണ്? ലാഭമാണെങ്കിൽ ഇവിടെ 100 വരും, ഇവിടെ 90. ഓക്കെ, ഈസ് ഈക്വൽ ടു 100 ക്യാൻസലായി, 0 ക്യാൻസലായി, 12/9 അല്ലെങ്കിൽ 4/3. 4/3 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് എത്രയാണ്? 1/CP ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 33 1/3%. ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഇവിടെ നമുക്ക് എ ഷോപ്പ് കീപ്പർ ചീറ്റ്സ് 20% ഇൻ വെയിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. അതേസമയം നമുക്കിവിടെ വെയിറ്റ് എന്ന് പറയാതെ, ഇവിടെയും വെയിറ്റ് എന്ന് പറയാതെ എന്ത് പറയും? എ ഷോപ്പ് കീപ്പർ ചീറ്റ്സ് 20% വൈൽ ബൈയിങ് ആൻഡ് 10% വൈൽ സെല്ലിങ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പെർസെൻറ്റേജിൽ പഠിച്ച സക്സസീവ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല ഇല്ല, എന്തായിരുന്നു? A+B+AB/100. ഇതാണ്. ഇത് രണ്ടാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവും, 20% വൈൽ ബൈയിങ് 10% വൈൽ സെല്ലിങ്. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സക്സസീവ് പെർസെൻറ്റേജിൻ്റെ ഫോർമുലയാണ്. പക്ഷേ വെയിറ്റ് എന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതാണ് ആലോചിക്കേണ്ടത്. 100 ഗ്രാമിന് 120 ഗ്രാമിന് 100 ഗ്രാമിന് 90 ഗ്രാമിന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഷോപ്പ് കീപ്പർ ചീറ്റ്സ് 20% വൈൽ ബൈയിങ് ആൻഡ് 10% വൈൽ സെല്ലിങ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇവിടെ നമ്മൾ എസ് പി ബൈ സി പി എടുക്കും. ഫസ്റ്റ് നമുക്ക് 20% ലാഭം, 120/100. വിൽക്കുന്ന സമയത്ത് നമുക്ക് 10% ലാഭം പോകും. അപ്പോൾ ഒന്ന് 100 ആണ്, മറ്റേത് എത്രയാണ്? 110 ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ലേ? ഓക്കെ, 2 0 പോയി. സോറി, ഇവിടെയുള്ള 2 0, ഈ ഒരു 0 പോയി. ബാക്കി എത്ര ഉണ്ട്? 132/100. ഓക്കെ, ഇപ്പോൾ എത്ര ശതമാനമാണ്? 32%. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? സക്സസീവ് പെർസെൻറ്റ് ചെയ്താൽ മതി. 20 + 10 + 20 ഇൻറ്റു 10/100 ഈസ് ഈക്വൽ ടു 32. സാധാരണ SSC എക്സാമിന് ഇങ്ങനെ കാണാം. വൈൽ സെല്ലിങ് മാത്രമാണെങ്കിൽ സക്സസീവ് പെർസെൻറ്റേജ് യൂസ് ചെയ്യാം. അതേസമയം വെയിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഓക്കെ, വെയിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മറ്റേ മെത്തേഡ് യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ക്ലോത്ത് മെർച്ചന്റ് യൂസസ് 120 cm and 90 cm scale respectively while purchasing and selling. Okay, instead of 1 meter. 1 meter എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ? 100 സെൻറ്റിമീറ്റർ അല്ലേ? ഓക്കെ, എസ് പി ബൈ സി പിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി നമുക്ക്. 100 മീറ്റർ 120 മീറ്റർ. അപ്പോൾ എന്താണ്?
അല്ലേ? വാങ്ങുന്ന സമയത്ത് 120 സെൻറ്റിമീറ്റർ ആണ് 100 സെൻറ്റിമീറ്റർ വരെ എടുക്കുന്നത് അല്ലേ? 1 മീറ്റർ ആണ് 100 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ നമ്മൾ എന്തെടുക്കുക? 120/100. വിൽക്കുന്ന സമയത്ത് 90 സെൻറ്റിമീറ്റർ ആണ് 100 സെൻറ്റിമീറ്ററിന് പകരം. അവിടെ നമുക്ക് എന്താണ്? ലാഭമാണ്. അപ്പം 100/90. ഇനി എന്താ ഉള്ളത്? ഇഫ് സെൽസ് ദ ക്ലോത്ത് 20% പ്രോഫിറ്റ്. 20% പ്രോഫിറ്റ് പറഞ്ഞാൽ 120/100 അല്ലേ? ലാഭമാണ്. 300ഉം 300ഉം ക്യാൻസലായി. ഓക്കെ, ഇവിടെ ഒരു 0, ഇവിടെ ഉള്ള ഒരു 0 ക്യാൻസലായി. ഓക്കെ, SP/CP is equal to എന്ത് വരും? 144/90. ഓക്കെ, അപ്പം പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ത് വരും? 54/90 into 100. ഓക്കെ, 0 ക്യാൻസൽ ചെയ്ത് 9 എത്ര ടൈംസാണ്? 6 times. X equal to 60%. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇവിടെ നമുക്ക് 18 വെച്ച് ക്യാൻസൽ ചെയ്താൽ 5 times. ഇവിടെ എത്ര ടൈംസാണ്? 8 times. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ, സോൾവ് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത് വേണമെങ്കിൽ ചെറുതാക്കാം അല്ലെങ്കിൽ ചെറുതാക്കാതെ ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ ആൻസർ എന്ത് വരും? 60%. ക്ലിയർ അല്ലേ? ഓക്കെ, അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ 120 സെൻറ്റിമീറ്റർ യൂസ് ചെയ്തു 100 സെൻറ്റിമീറ്ററിന് പകരം. വിൽക്കുന്ന സമയത്ത് 100 സെൻറ്റിമീറ്റർ പകരം 90 സെൻറ്റിമീറ്റർ കൊടുത്തു. രണ്ട് കേസിലും നമുക്ക് ലാഭമാണ്. അപ്പോൾ SP എന്തായിരിക്കും? കൂടുതലായിരിക്കും. അത്രയും ആലോചിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് 20% ലാഭമാണ്. അപ്പോൾ ഓൾറെഡി SP കൂടുതലായിരിക്കും. സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person uses 20% longer scale while buying cloth and 20% smaller scale while selling. If he sells at 20% profit, find his profit percentage. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരും. ഇവിടെ ഇപ്പോൾ വൈൽ ബൈയിങ് വൈൽ സെല്ലിങ് ആയതുകൊണ്ട് സക്സസീവ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ 20% ലോങ്ങർ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതും ഒരു അളവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്നെ സക്സസീവ് പെർസെൻറ്റേജ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? SP/CP is equal to എന്ത് കൊടുക്കാം? ഫസ്റ്റ് കേസിൽ നിങ്ങൾ 20% വലുതെടുത്തില്ല. 20% വലുതെടുത്ത് പറഞ്ഞാൽ 120/100. രണ്ടാമത്തെ കേസിൽ നിങ്ങൾ 20% ചെറുതെടുത്തു. 20% ചെറുതെടുത്ത് പറഞ്ഞാൽ ഒന്ന് 100 ആയിരിക്കും, മറ്റേ എത്ര ആയിരിക്കും? 80 ആയിരിക്കും. അപ്പോൾ അവിടെ ലാഭമാണല്ലോ. 100/80. നിങ്ങൾക്ക് 20% പ്രോഫിറ്റ് ഉണ്ട്. അപ്പം 120/100. ക്ലിയർ ആണല്ലോ? ഈ 100ഉം ഈ 100ഉം ക്യാൻസൽ ചെയ്തു. ഈ 0ഉം ഈ 0ഉം ഈ 100ഉം ക്യാൻസൽ ചെയ്തു. ഓക്കെ, 12 into 12 അല്ലേ? ഇതിന് ക്യാൻസൽ ചെയ്താൽ 3 times 4 20 times 4. ഇനി 3 times 4 5 times 4 is equal to 9/5. CP 5 ആണ്, SP 9 ആണ്. ഇപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. പ്രോഫിറ്റ് എത്രയാണ്? 4 ആണ്. പ്രോഫിറ്റ് ബൈ CP എത്രയാണ്? 4/5 into 100. 4/5 എന്ന് പറഞ്ഞാൽ 80%. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ SP/CP ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കാം. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ SP കൂടുതലായിരിക്കും, CP ആണെങ്കിൽ ലോസ് ആണെങ്കിൽ SP എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസോണസ്റ്റ് ഡീലറിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ടൈപ്പ്, ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ്, പക്ഷേ വളരെ എളുപ്പമാണ്. എന്താ ക്വസ്റ്റ്യൻ? Rakesh calculates his profit percentage on the selling price, whereas Ramesh calculates on the cost price. അതായത് രണ്ടാളുണ്ട്, രാകേഷും രമേഷും. ഒരാൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിലാണ്, രണ്ടാമത്തെ ആൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. They found that the difference of their profit is ₹100. അവരുടെ ലാഭത്തിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ 100 രൂപയാണ്. If the selling price of both of them are same, രണ്ടാളുടെ സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്, മാത്രമല്ല both of them get 25% പ്രോഫിറ്റ്. രണ്ടാൾക്ക് 25% ലാഭമാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് their സെല്ലിംഗ് പ്രൈസ് എന്നാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യാണ്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. കാരണം എന്താ, നമുക്ക് ഈ 25% പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ ഏതാ റേഷ്യോ വരിക, ഓൺ കോസ്റ്റ് പ്രൈസിലാണെങ്കിൽ ഏതാ റേഷ്യോ വരിക എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഡീലല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെടുക്കും? CP/SP എടുക്കും. CP/SP. ഫസ്റ്റ് കേസിൽ നമ്മൾ രാകേഷ് സെല്ലിംഗ് പ്രൈസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 25% ആണ് പ്രോഫിറ്റ്. 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ വാല്യൂ എത്രയാണ്? 1/4. ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് പെർസെൻറ്റേജ്
രാകേഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിലായതുകൊണ്ട് ഈ 4 എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് ആണ്. ഇതെന്താണ്? പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സി പി എത്രയായിരിക്കും? 4 ആണ് സെല്ലിംഗ് പ്രൈസ്, 1 ആണ് പ്രോഫിറ്റ്. അപ്പോൾ സി പി എത്ര? 4 രൂപയ്ക്ക് വിറ്റു, 1 രൂപ ലാഭം. അപ്പോൾ സി പി എത്രയായിരിക്കും? 3. അപ്പം രാകേഷിൻ്റെ സി പി 3 ആണ്, എസ് പി എന്താണ്? 4 ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? കാരണം ഇവിടെ 25% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് ആകുന്ന സമയത്ത് 4 എസ് പി 1 പ്രോഫിറ്റും. അതേസമയം 25% ഓൺ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ 4 സി പി 1 പ്രോഫിറ്റും. ഞാൻ കൃത്യമായിട്ട് നമ്മുടെ പെർസെൻറ്റേജിൻ്റെ വീഡിയോയിലും ഒക്കെ പറഞ്ഞതാണ്. ഓക്കെ. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ നമുക്ക് എഴുതാം 25% ഓൺ സി പി ആണ് രണ്ടാമത്തെ അളവ്. ഇത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയാം. 4 ആണ് സി പി, 1 ആണ് പ്രോഫിറ്റ്. അപ്പോൾ എസ് പി എന്തായിരിക്കും? 4 രൂപ കോസ്റ്റ് പ്രൈസ്, 1 രൂപ പ്രോഫിറ്റ് ആണ്. എസ് പി എന്തായിരിക്കും? 5. അപ്പം 4, 5. ഇത് ആരുതാണ്? രാകേഷ്. ഇത് രമേശ് അല്ലേ? ഓക്കെ. ഇനി എന്താ നമുക്ക് തന്ന വേറൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ? ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്ത് ഓഫ് ദം ആർ സെയിം. രണ്ടാളും സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. പക്ഷേ ഇവിടെ രണ്ടാളും സെയിം അല്ല. ഒരാൾ 4ഉം ഒരാൾ 5ഉം ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മൊത്തം നമ്മൾ അല്ലേ പറഞ്ഞു, ഇത് മൊത്തം റേഷ്യോ ആണ്. 3:4 എന്നാണ് റേഷ്യോ അല്ലേ? അപ്പോൾ ഇതിനെ മൊത്തം നമ്മൾ 5 കൊണ്ട് ഗുണിക്കണം അല്ലേ? ഇത് രണ്ടും സെയിം ആക്കണമെങ്കിൽ ഇതിനെ 5 കൊണ്ട് ഗുണിക്കണം, ഇതിനെ 4 കൊണ്ട് ഗുണിക്കണം. ഇതിനെ ഗുണിക്കുന്ന സമയത്ത് ഇത് മൊത്തം 4 കൊണ്ട്. അപ്പോൾ നമ്മൾ റേഷ്യോ എന്തായി മാറി? 15:20. ഇവിടെ 16:20. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും എസ് പി എന്തായി? സെയിം ആയി. സി പി ഡിഫറൻസ് ഉണ്ട്. ഇനി എന്താ നമ്മൾ പറഞ്ഞു നോക്കാം. ദേ ഫോൺ ദാറ്റ് ദ ഡിഫറൻസ് ഓഫ് ദിയർ പ്രോഫിറ്റ് ഈസ് 100. ഓക്കെ, നമുക്കറിയാം ഇത് സി പി ആണ്. നമ്മൾ മാറ്റി എഴുതുന്നുള്ളൂ. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ ഫസ്റ്റ് തന്നെ എഴുതാം, ഞാൻ മനസ്സിലാൻ വേണ്ടി എഴുതുന്നുള്ളൂ. ഒന്നാമത്തെ ആൾ സി പി 15 ആണ്, എസ് പി 20 ആണ്. അപ്പോൾ ഇയാൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട്? 5. രണ്ടാമത്തെ ആൾ സി പി 16 ആണ്, എസ് പി 20 ആണ്. അപ്പോൾ ഇയാളുടെ പ്രോഫിറ്റ് എത്രയാണ്? 4. ഇയാൾക്ക് 5 രൂപ അല്ലെങ്കിൽ 5 യൂണിറ്റ് പ്രോഫിറ്റ്, ഇയാൾക്ക് 4 യൂണിറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്ര പ്രോഫിറ്റിൻ്റെ? 1 യൂണിറ്റ് ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 100 രൂപ. മനസ്സിലായില്ലേ? ഇയാൾക്ക് 5 യൂണിറ്റ് ആണ് പ്രോഫിറ്റ്, ഇയാൾക്ക് 4 യൂണിറ്റ് ആണ് പ്രോഫിറ്റ്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് ഇൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. അത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്രയാണ്? 100 ആണ്. ഇനി എന്താ കണ്ടത്? ഫൈൻഡ് ദിയർ സെല്ലിംഗ് പ്രൈസ്. രണ്ടാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര യൂണിറ്റാണ്? 20 യൂണിറ്റ് ആണ്. അപ്പോൾ 20 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര? 1 യൂണിറ്റ് 100 ആണെങ്കിൽ 20 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര? 20 × 100 എത്ര? 2000. സിമ്പിൾ അല്ലേ? റേഷ്യോ നിങ്ങൾക്ക് ഓൺ സെല്ലിംഗ് പ്രൈസും ഓൺ സി പി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരാളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങളത് സോൾവ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട് അല്ലേ? ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിന് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്ലിയർ അല്ലേ? നമുക്കിവിടെ ഒന്ന് എസ് പിയിലാണ്, ഒന്ന് സി പിയിലാണ്. അപ്പോൾ നമ്മൾ രണ്ടിനെ റേഷ്യോ എഴുതി. ശേഷം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് രണ്ടെണ്ണത്തിൻ്റെയും സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അപ്പോൾ നമ്മൾ രണ്ടും സെയിം ആക്കി. നമ്മൾ പണി കഴിഞ്ഞു. പിന്നെ നമുക്ക് പ്രോഫിറ്റ് എത്ര യൂണിറ്റാണ് നോക്കുക? രണ്ടും. ഇവിടെ അതിൻ്റെ ഡിഫറൻസ് 1 യൂണിറ്റ് ആണ്. ആ 1 യൂണിറ്റ് പറഞ്ഞാൽ 100 രൂപയാണ്. സെല്ലിംഗ് പ്രൈസ് 20 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് 100 രൂപയാണെങ്കിൽ 20 യൂണിറ്റ് എത്രയായിരിക്കും? 20 × 100 അതായത് 2000 രൂപ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A calculates his profit percentage on selling price, whereas B calculates his profit on cost price. രണ്ടുപേരുണ്ട്, എയും ബിയും ഉണ്ട്. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അവർ ഒരാൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിലാണ്, ബി കോസ്റ്റ് പ്രൈസിലാണ്. പ്രോഫിറ്റിൻ്റെ ഡിഫറൻസ് 135 രൂപയാണ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്ത് സെയിം ആണ്. എൻ്റെ പ്രോഫിറ്റ് 30% ആണ്, ബിൻ്റെ 25%. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെത് 30%. 30% എന്ന് പറഞ്ഞാൽ എത്ര? 3/10. ഓൺ എന്താണ്? ഫസ്റ്റത്തെ എ എന്ന് പറഞ്ഞാൽ ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ ഇതെന്താണ്? എസ് പി. ഇതോ പ്രോഫിറ്റ്. അപ്പോൾ സി പി എത്ര ആയിരിക്കും? സി പി അല്ലേ? 10 രൂപയ്ക്ക് വിറ്റപ്പോൾ 3 രൂപ ലാഭം. അപ്പോൾ സി പി എത്ര? 7000. ഫസ്റ്റത്തെ നമ്മൾ എഴുതി സി പി എസ് പി. ഓക്കെ. സി പി എത്രയാണ്? 7 ആണ്, എസ് പി 10. രണ്ടാമത്തെ കേസിൽ, ബിൻ്റെ കേസിൽ നമുക്ക് 25% ലാഭം. അത് ബി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണ് അല്ലേ? അപ്പോൾ എളുപ്പമായി. ഇത് സി പി, ഇത് പ്രോഫിറ്റ്. അപ്പോൾ എസ് പി എത്ര ആയിരിക്കും? സി പി 4 ആണ്, പ്രോഫിറ്റ് 1 ആണ്, എസ് പി 5. ഇനി എന്താ വേണ്ട നമുക്ക്? അവർ രണ്ടുപേരുടെയും സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. ഒരാൾ 10 ആണ്, ഒരാൾ 5 ആണ്. ഇത് രണ്ടും എങ്ങനെ സെയിം ആക്കും? ഇതിനെ മാത്രം ഗുണിച്ചാൽ പോരെ 2 കൊണ്ട് അല്ലേ? ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ അത് 10 ആയില്ലേ? 2 ഈക്വൽ ആയില്ലേ? ഓക്കെ. അപ്പോൾ എന്തായി? റേഷ്യോ എന്തായി മാറി?
7, 10. ഇതിനെ രണ്ടെണ്ണം ഗുണിച്ചാൽ എന്ത് വരും? 8, 10. ഇതിങ്ങനെ രണ്ട് പ്രാവശ്യം ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രമേ. ഇനി നിങ്ങൾ നോക്കുക, നമുക്ക് ലാഭം ഡിഫറൻസ് ഓഫ് ദിയർ പ്രോഫിറ്റ് 135 അല്ലേ. 7 രൂപേൻ്റെ വസ്തുവും 10 രൂപയ്ക്ക് വിറ്റപ്പം ഇയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 3 യൂണിറ്റാണ്. 8 രൂപേൻ്റെ വസ്തു 10 രൂപയ്ക്ക് വിറ്റപ്പം ഇയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 2 യൂണിറ്റാണ്. ഈ രണ്ട് പ്രോഫിറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റാണ്. ഈ 1 യൂണിറ്റാണ് എത്ര? 135. ഇനി എന്താണ്? ഫൈൻഡ് ദിയർ സെല്ലിംഗ് പ്രൈസ്. അവരുടെ സെല്ലിംഗ് പ്രൈസ് രണ്ടും എത്ര യൂണിറ്റാണ്? 10 യൂണിറ്റാണ്. 1 യൂണിറ്റ് 135 ആണെങ്കിൽ 10 യൂണിറ്റ് എത്രയായിരിക്കും? 25 × 10 എത്ര? 135. എളുപ്പമല്ലേ? ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. ഓക്കെ, എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. സിമ്പിളാണ്, നേരത്തെ ഒരേ ടൈപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ ലോസ് ഒക്കെ ആണ് അല്ലേ. ആസിസ് ലോസസ് 10% സെല്ലിംഗ് പ്രൈസ്, മഹേഷ് ഗെയിൻസ് 20%. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഈ ആഷിസ് കാൽക്കുലേറ്റ് ലോസ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ബോത്തംസ്. അതായത് ആഷിസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിലാണെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ എന്ത് പറഞ്ഞിരുന്നു? മഹേഷ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കോസ്റ്റ് പ്രൈസ് ആണ്. പക്ഷെ അങ്ങനെ പറയണമെന്നില്ല. എന്ത് പറഞ്ഞാൽ മതി? ആഷിഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിലാണ്. രണ്ടാമത്തെ ആൾ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് അത് അണ്ടർസ്റ്റുഡ് ആണ്. എന്ത്? രണ്ടാമത്തെ ആൾ കോസ്റ്റ് പ്രൈസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ നിങ്ങൾക്ക് പലതവണ പറഞ്ഞിരുന്നു അല്ലേ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് തന്നാൽ മാത്രമേ നിങ്ങൾ സെല്ലിംഗ് പ്രൈസിൽ എടുക്കേണ്ടതുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ ഒരാൾ സെല്ലിംഗ് പ്രൈസിലാണ് ഒരാൾ കോസ്റ്റ് പ്രൈസിലാണ് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ആശിഷ് സെല്ലിംഗ് പ്രൈസിലാണ്, മറ്റേ ആൾ എന്തിനാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റേ ആൾ എന്തിലായിരിക്കും? കോസ്റ്റ് പ്രൈസിലായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇവിടെ ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് മഹേഷ് ഒബ്ജക്റ്റ് ഈ ഡിഫറൻസ് ഓഫ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ നിങ്ങൾ സെല്ലിംഗ് പ്രൈസ് സെയിം ആക്കിയതിന് ശേഷം കോസ്റ്റ് പ്രൈസിന് ഡിഫറൻസ് എത്ര യൂണിറ്റ് ആണെന്ന് നോക്കുക. അത് 320 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കാണാം. ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ എന്താണ്? എന്തായിരിക്കും എന്ന് പറയാം. യെസ്, കമൻറ്റ് ചെയ്യണം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആൻസർ അറിയുന്നവരും ടോപ്പിക്ക് കഴിഞ്ഞവരായിരിക്കും മിക്കവാറും ഉണ്ടാവുക. കാരണം ചിലപ്പോൾ ഡിസോണസ്റ്റ് ക്ലിയർ കണ്ടിട്ട് വന്നായിരിക്കും. എന്നാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഷോപ്പ് കീപ്പർ സെയിൽസ് 2 ഒബ്ജക്ട്സ് ഫോർ ₹14,000, അതായത് 14,000. കോസ്റ്റ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് അതർ ഒബ്ജക്റ്റ്. First object is sold at 25% loss and other at 25% profit. Find is profit or loss. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒന്നാമത്തേന് കോസ്റ്റ് പ്രൈസ്, രണ്ടാമത്തേന് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആണ്. നമുക്ക് ഒന്നാമത്തെ 25% ലോസ് ആണ്, രണ്ടാമത്തെ 25% പ്രോഫിറ്റ് ആണ്. ഓൺ സെല്ലിംഗ് പ്രൈസ് ഒന്നും പറഞ്ഞില്ല, രണ്ടും എന്താണ്? കോസ്റ്റ് പ്രൈസിലാണ്. അപ്പോൾ വളരെ എളുപ്പമല്ലേ? നമ്മളെ പറഞ്ഞ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതിയേ. ദിസ് CP ആണ്, ഇത് SP ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ 25% ലോസ് ഞാനിവിടെ എഴുതണം. 25% 1/4 4 CP 1 ലോസ്. ഇപ്പോൾ SP 3 ആയിരിക്കും എഴുതുന്നതിന് ആവശ്യമുണ്ടോ? അത് എഴുതിയാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ 4 3. രണ്ടാമത്തത് 25% പ്രോഫിറ്റ് ആണെങ്കിൽ 4 5. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തന്ന കണ്ടീഷനാണ് കോസ്റ്റ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് സെക്കൻഡ് ഒബ്ജക്റ്റ് പറഞ്ഞാൽ ഇതാണ്. ഇത് രണ്ടും ഈക്വൽ ആണോ? ഈ 4 ഈ 5 ഈക്വൽ ആണെന്ന് എന്ത് ചെയ്യണം? ഇതിനെ 5 കൊണ്ട് വിളിക്കണം, ഇതിനെ 4 കൊണ്ട് വിളിക്കണം. ഇതിനെ 5 കൊണ്ട് വിളിക്കുന്ന സമയത്ത് ഇത് മൊത്തം 5 കൊണ്ട് വിളിക്കണം. ഇതിനെ 4 കൊണ്ട് വിളിക്കുന്ന സമയത്ത് ഇത് മൊത്തം 4 കൊണ്ട് വിളിക്കണം. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതി. ഇതെന്തായി മാറി? 4 × 5 20. ഇതെന്തായി മാറി? 3 × 5 15. ഇതെന്തായി? 4 × 4 16. 5 × 4 20. നോക്കുങ്ങൾ, ഒന്നാമത്തേൻ്റെ കോസ്റ്റ് പ്രൈസും രണ്ടാമത്തേൻ്റെ സെല്ലിംഗ് പ്രൈസും എന്തായി? സെയിം ആയി. ഇനി എന്താ നോക്കണ്ടേ? ഇനി എന്താ പറഞ്ഞത്? ഈ ഷോപ്പിൽ സെൽ 2 ഒബ്ജക്റ്റ് ഫോർ ₹14,000. എന്താ കണ്ടത്? ഫൈൻഡ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ റുപ്പീസ് എന്നല്ലേ. അപ്പോൾ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് 14,000 തന്നിട്ടുണ്ട് അല്ലേ. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഏതാണ്? ഈ 15ഉം ഈ 20ഉം കൂട്ടിയതാണ്. എത്ര യൂണിറ്റ് ആണ്? 15 + 20 എന്ന് പറഞ്ഞാൽ 35 യൂണിറ്റ്. ഈസ് ഈക്വൽ ടു 14,000. ഇനി എന്താണ് കണ്ടത്? ഫൈൻഡ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ്. ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ലോസ് ആണോ പ്രോഫിറ്റ് ആണോ? 20 രൂപേൻ്റെ വസ്തു 15 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഓരോന്നോരോന്നും വേണ്ട. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 20 + 16 36 ആണ്. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എത്ര യൂണിറ്റാണ്? 35. അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമാണല്ലേ. 36 യൂണിറ്റാണ് CP അല്ലേ. ടോട്ടൽ നോക്കിയാൽ മതി. 36 യൂണിറ്റാണ് CP, 35 യൂണിറ്റാണ് SP. അപ്പോൾ എത്ര യൂണിറ്റ്? 1 യൂണിറ്റ് നഷ്ടമാണ്. അപ്പോൾ ലോസ് ആണ്. അത് ആദ്യം എഴുതാം. എത്രയാണ്? 1 യൂണിറ്റ്.
35 യൂണിറ്റ് 14,000 ഒരു യൂണിറ്റ് എത്ര വരാം? 14,000 ഡിവൈഡ് ബൈ 35. നമുക്കറിയാം 35 ഇൻറ്റു 4 ആണ് 140. അപ്പോൾ എന്ത് വരും ആൻസർ? 400 അല്ലേ? 2 0 ഉണ്ടാവില്ലേ? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? മനസ്സിലാവാത്ത ആരും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുകയാണ്. മനസ്സിലാത്തവർ ഒന്നും കൂടിയും എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്താൽ മതി, ബാക്ക്വേർഡ് പോയിട്ടൊന്ന് പ്ലേ ചെയ്താൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ഇഷ്ടമാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പം ഇത് ഞാൻ ഹോംവർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. കാരണം ഡിസോണസ്റ്റ് ഡിആർ നമ്മൾ SP/CP എന്ന് പറയുന്ന മെത്തേഡ് ചെയ്തു. ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് അധികം എന്താ പറയുക, ഓവർ ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എക്സാമിന് കാണില്ല. എക്സാമിന് കാണുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്കൊരു യൂണിറ്റ് ഒന്നും തന്നിട്ടില്ല, വൈ ബൈയും വൈ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? സക്സസീവ് യൂസ് ചെയ്യുക. അല്ലാത്ത കേസിൽ നമ്മൾ വെയിറ്റ് ആണെങ്കിൽ തന്നെങ്കിൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ 11ാമത്തെ വീഡിയോ ആണ്. നമ്മൾ 14 വീഡിയോസാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉള്ളത്. 3 ക്ലാസ് കൂടി ഉണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യും? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത ഡിസ്കൗണ്ട്, മാർക്കറ്റ് പ്രൈസ്, അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സക്സസീവ് ഡിസ്കൗണ്ട് എന്താണ്, ഓക്കെ, ഏത് രീതിയിൽ ഡിസ്കൗണ്ട് കൊടുത്താലാണ് കൂടുതൽ പ്രോഫിറ്റ് എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ നമ്മുടെ മാത്സ് കോഴ്സിൽ, അതായത് കംപ്ലീറ്റ് മാത്സ് കോഴ്സ് ഇങ്ങനെയായിരിക്കും ഓരോരോ ടൈപ്പ് വൈസ് ആയിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ അതിൽ ഡിസ്കഷൻസ് നമ്മൾ ടെലിഗ്രാമിൽ പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എൻ്റെ നമ്പറൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജൂലൈ 20 നമ്മൾ അടുത്ത ക്ലാസ് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.